ഹായ് കൂട്ടുകാരെ, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ്തക്കൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഹായ് ഹായ്. അവൻ ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ ഫ്രിഡ്ജിൻ്റെ മേലേക്കൊക്കെ കയറണം. അവന് ഇതിലേക്ക് മേശയിൽ കയറണം. അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അവൻ. അയ്യാൻകുട്ടിക്ക് അതിനുള്ള പാലൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതിന് പാൽ ഒഴിച്ചേറ്റേ കസേരയിലിരിക്കുക. അതിലെ വാ വാ പാല് കുടിക്കി. അപ്പോൾ ഇന്ന് കറി ഉണ്ടാക്കുക പറഞ്ഞാൽ ഇന്നലെ രാത്രിയൊക്കെ കുറച്ച് ചെമ്മീൻ വാങ്ങിയിട്ട് വന്നു കേട്ടോ. കുറച്ച് തന്നെ ഉള്ളൂ. എന്നാ ഞാൻ കുട്ടി കുടിക്കും, പാല് കുടിക്കും. ഞാനപ്പോൾ ആ ചെമ്മീൻ ഇന്നലെ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചു കേട്ടോ. എത്രയേ ഉള്ളൂ കേട്ടോ. കൊണ്ടുവരുമ്പോൾ അറിയണ്ടായത്. ക്ലീൻ ചെയ്തപ്പോൾ ഇത്രയേ ഉള്ളൂ ചെമ്മീൻ പരിപ്പ്. അപ്പോൾ ഇതൊന്ന് കറി വെക്കാനാണ് കേട്ടോ. അത് റോസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. റോസ്റ്റ് ചെയ്ത് പിന്നെ കറിക്കൊന്നുമില്ല, തികയില്ല കേട്ടോ. അതൊന്ന് റോസ്റ്റ് ചെയ്തതൊന്നും തികയില്ല. അപ്പോൾ മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ട് തേങ്ങയൊക്കെ അരച്ചിട്ടൊരു കറി വെക്കാനാണ് സംഭവം. നോക്കിയപ്പോൾ തേങ്ങയും കുറച്ചേ ഉള്ളൂ. എന്തായാലും ഉള്ള തേങ്ങ കൊണ്ടൊരു കറിയൊക്കെ പെട്ടെന്ന് വെച്ച് വെക്കട്ടെ. പിന്നെ പാലെടുത്ത് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ഈ അടുക്കളയിൽ കിടന്ന് തിരിയാൻ വയ്യ. അപ്പോൾ ഇതാ മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ട് ചെമ്മീനൊരു കറി വെക്കണം. പിന്നെ ദോശയ്ക്ക് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ വിലക്കുറവായതുകൊണ്ട് തന്നെ ഇത്തിരി കൂടുതൽ തക്കാളിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തക്കാളി ചമ്മന്തി ഒന്ന് ഉണ്ടാക്കണം. പിന്നെ കായയാണ് ഇതൊക്കെ. ഞാൻ പറഞ്ഞല്ലോ അന്നത്തെ വീഡിയോയിലൊക്കെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് കായവും വാഴമണിയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ കുറച്ച് പഴുപ്പിക്കാൻ വെച്ചു കേട്ടോ. അതൊക്കെ ഞങ്ങളെടുത്ത് കഴിക്കണമൊക്കെ ഉണ്ട്, ഓരോ പഴങ്ങളൊക്കെ. അപ്പോൾ ഇത് ഉപ്പേരി വെക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാനത് അങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഇതും പഴുത്തു പോകും. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചാണ്. അപ്പോൾ കായ ഉപ്പേരിയും ചെമ്മീനും മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ട് ഒരു കറിയും വെക്കണം. ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കണം. സമയം കറക്റ്റ് 6 മണിയായി. അപ്പോൾ ഇതാട്ടോ, അത് ഒരു ചീർപ്പൊക്കെ ഉള്ളതൊക്കെ പഴുത്തിട്ടൊക്കെ കഴിച്ചു. പിന്നെ ഇതാ പഴം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പഴുപ്പിക്കാൻ വെച്ചില്ല കേട്ടോ. അങ്ങനെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ വെച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ നല്ല പഴമായിട്ടുണ്ട്. നല്ല മധുരമുള്ള വെള്ള ഞാനിപ്പൂവെന്ന് അങ്ങനെ എന്തോ പേര് പറഞ്ഞൊക്കെ. അപ്പോൾ ഇനി അടുക്കളയിലൊക്കെ കയറട്ടെ. കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചു കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ അടുപ്പിൽ അരി ഇടണം. പിന്നെ ദോശയ്ക്ക് ഇതാട്ടോ മാവൊക്കെ അരച്ച് വെച്ചതൊക്കെ നേരത്തെ അരച്ച് വെച്ചു കേട്ടോ. അതുകൊണ്ടാണ് മാവ് ഇത്രയൊന്ന് പൊന്തി വന്നത് കേട്ടോ. അപ്പോൾ തണുപ്പായതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ അരി ഇടുന്നൊക്കെ അരച്ച് വെക്കണം. അല്ലെങ്കിൽ മാവ് പെട്ടെന്ന് അങ്ങനെ പുളിച്ച് കിട്ടില്ല കേട്ടോ, പൊന്തി വരില്ല. അങ്ങനെ പൊന്തി വരാണ്ട് നേരെ പുളിക്കാതെ ഉഴുന്ന് ദോശ ഉണ്ടാക്കി അത്ര ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് ഇഡ്ഡലി വേണമെങ്കിലും ഉണ്ടാക്കാം, ദോശ വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ ഇവിടെയൊക്കെ ദോശയ്ക്കാണ് പ്രിയം കൂടുതൽ. നോക്കട്ടെ, എൻ്റെ അപ്പോഴത്തെ സൗകര്യം പോലെ എന്താ പറഞ്ഞാൽ ചെയ്യും. ചിലപ്പോൾ ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പരിപ്പ് സാമ്പാർ വെക്കാനുണ്ട്. പരിപ്പ് മാത്രം ഇട്ടിട്ട് ചമ്മന്തി മാത്രം തികയില്ല. അപ്പോൾ ഇതിങ്ങനെ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി ഇട്ടിട്ട് അപ്പോൾ പരിപ്പൊന്ന് ആദ്യം വേവിക്കട്ടെ. പരിപ്പിൽ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് കായം കേട്ടോ, അതേ ഉള്ളൂ അല്ലേ, അതിടാം. സാമ്പാർ പൊടിയൊന്നുമില്ല. അപ്പോൾ അതിങ്ങനത്തെ ഇങ്ങനെ ഈ പെട്ടിക്കായമാണ് കേട്ടോ. നമ്മുടെ പൊടിക്കായത്തിനേക്കാളും ഈ കായമാണ് നല്ല ഗുണം. നല്ല മണമൊക്കെ ഉണ്ടാവുന്നത് ഈ കായമാണ്. പക്ഷെ നമ്മൾ എളുപ്പപ്പണിക്കൊക്കെ പൊടിക്കായല്ല അധികം മേടിക്കുക അല്ലേ. അപ്പോൾ പരിപ്പ് വെന്തതിന് ശേഷം തക്കാളി ഉള്ളി ഇട്ട് കൊടുക്കാനാണ്. ഇത് കുറച്ച് വേവുള്ള പരിപ്പാണ് കേട്ടോ. നമ്മൾ മാവേലി സ്റ്റോറിന്നൊക്കെ മേടിക്കില്ലേ, ത്രിവേണിയിൽ നിന്ന് മേടിച്ചതാണ്. കുറച്ച് വേവുള്ള പരിപ്പാണ്. അപ്പോൾ ഇത് വെന്തതിന് ശേഷം തക്കാളി ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. ആറ് 20 സമയം. എന്നിട്ട് നേരം വെളുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഒന്ന് മോൾക്ക് വൈകിട്ടാണ് മദ്രസ. അപ്പോൾ ഞാൻ ആദിലിനെ മദ്രസയിൽ കൊണ്ടാക്കാൻ പോട്ടെ. പകുതി വഴി പോകും.
ഇങ്ങനെ വരുമ്പോൾ ഒരു കുടം വെള്ളവും എടുക്കണം. ഞാനിപ്പോൾ ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ദോശ വൈകിട്ട് വേണമെങ്കിൽ ഇട്ട് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ഇഡ്ഡലി ഞാൻ ഇഡ്ഡലിയാണെന്ന്. ഇഡ്ഡലി പണിയൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണി തീരില്ലേ. പിന്നെ സാമ്പാറാകുമ്പോൾ സാമ്പാറൊക്കെ ആക്കിയിട്ടുണ്ട്. സാമ്പാറിൻ്റെ കൂടെ 2 കായും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. വേറെ കഷ്ണങ്ങളൊന്നും ഇട്ടില്ല. അയ്യാന് ഇഡ്ഡലി വേണോ? അയ്യാനെ ഇഡ്ഡലി വേണോ? ഞാനപ്പോൾ ഇഡ്ഡലിയൊക്കെ അടുപ്പത്താണ് കേട്ടോ വെച്ചുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അടുപ്പിൽ നല്ലപോലെ തീയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അടുപ്പിലാണ് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ 2 ആവി ഇഡ്ഡലി എടുത്താൽ തന്നെ ധാരാളം ആയിട്ടോ. അപ്പോൾ ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞാലും ബാക്കിയുണ്ടെങ്കിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വന്നാൽ വൈകിട്ടും കഴിച്ചോളും കേട്ടോ. അപ്പോൾ ഇന്നലെ വരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വലിയേറെ കമൻറ്റുകൾ വായിക്കുമ്പോഴാണ് എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ എന്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അത് അറിയിക്കണം കേട്ടോ. അങ്ങനെ മോള് കഴിച്ചിട്ട് പോയിട്ട് ഇനി ആദ്യം ഞാനും പോകാനുള്ളത് 9:30 ബസ്സിലപ്പോഴേക്ക് വേഗം കറി ആക്കണം. അപ്പോൾ അതൊരു മൺചട്ടിയിൽ കുറച്ച് മുരിങ്ങക്കായ് മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുരിങ്ങക്കായൻ്റെ അളവൊന്നും നോക്കിയിട്ടുള്ള ചെറുതും വലുതായൊക്കെ മുറിച്ചിട്ടുണ്ട്. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ കുടംപുളിയൊക്കെ ആണെങ്കിൽ കുടംപുളി ഇടാം, വാളംപുളി ഇടാം. ഞാനിപ്പോൾ വാളംപുളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇങ്ങനെ ചെമ്മീൻ കറിയൊക്കെ വെക്കുമ്പോൾ ഓവർ പുളിയൊന്നും വേണ്ട, ഒരു മീഡിയം പുളി മതി. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ. പകുതി വേവാകുമ്പോൾ പുളി ഒഴിച്ചിടാം. ചെറിയ തേങ്ങയിൽ ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് പെരിഞ്ജീരകം, പിന്നെ ഒരു ചെറിയ ഉള്ളി ഇട്ടാം. അപ്പോൾ ഇത് നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് മുരിങ്ങക്കായൊക്കെ ഒന്ന് വേകുമ്പോഴേക്കും ഞാനിത് കുറച്ച് ഉരുളക്കിഴങ്ങും കായും പച്ചക്കായും മുറിച്ച് വെച്ചിട്ടുണ്ട്. പൊടിയായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പേരി വയ്ക്കാനാണ്. സമയം 9:03 ആയി. ഇപ്പോൾ ബസ്സൊക്കെ വരാനുള്ള സമയം ഏകദേശം ആവാറായി. അപ്പോൾ അതാ ചോറ് വെന്തു കേട്ടോ. അപ്പോൾ ഇനി ചോറ് വെന്തിട്ട് ഈ ചോറ് ഊറ്റിയിട്ട് ഇതിൽ തന്നെ ഉപ്പേരി വയ്ക്കാനാണ് കേട്ടോ. വേഗം അടുപ്പത്ത് ഉപ്പേരി വയ്ക്കാനാണ്. ചോറൊക്കെ അത് വേഗം ആയിട്ടുണ്ട്. അപ്പം ഇനി ചോറ് വേഗം ഊറ്റാൻ നോക്കട്ടെ. ഗ്യാസിലാണ് കറി ആക്കിയിരിക്കുന്നത്. ഇത് ഒന്നും കൂടെ വേകട്ടെ കേട്ടോ. വെന്തിട്ടില്ല. കുറച്ചും കൂടെ വെന്ത് കഴിഞ്ഞതിന് ശേഷം പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ച് അരപ്പും കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അടുപ്പത്ത് ചട്ടി വെച്ച് കൊടുത്തിട്ട് ഇത് ചൂടാകുമ്പോഴേക്കും നമുക്ക് മീൻ കറിയിൽ പുളിവെള്ളമൊക്കെ ഒഴിക്കാം. കുറച്ച് പുളിവെള്ളം ഒഴിക്കട്ടെ. വേണമെങ്കിൽ ലാസ്റ്റ് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അരപ്പും കൊണ്ട് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ തേങ്ങ അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തോട്ടാ. ഇനി ഇത് ചെറിയ തീയിൽ കിടന്ന് തിളയ്ക്കട്ടെ. പറ്റിയാലേ ഇപ്പം ഞാൻ ഉള്ളിയൊക്കെ കാച്ചി ഒഴിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പാലെടുപ്പിനൊക്കെ വന്നിട്ട് ചെയ്യുള്ളൂ.
അപ്പോൾ അത് ചെറിയ തീയിൽ അങ്ങോട്ട് തിളക്കട്ടെ. ഉപ്പേരിൻ്റെ പണി വേഗം നോക്കട്ടെ. ഉപ്പേരി കടുക് വറുക്കണ നേരം ഫോൺ വന്നോട്ടെ. അപ്പോൾ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എരിഞ്ഞ് പൊരിഞ്ഞ് ബസ്സിൽ ഓടി വരാൻ നിൽക്കണ്ട, ഞാൻ എന്നാൽ വെട്ട് കഴിയാറായി, ഒരു വരി ഇങ്ങനെയുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കേട്ടോ. ഒരു സമാധാനമായി. അപ്പോൾ ഞാൻ സബോള, ഉണക്കമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് എണ്ണയിലൊക്കെ ഒഴിച്ചിരുന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കായ ഉരുളക്കിഴങ്ങും കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ബസ്സിൽ പോവുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് 9:45 ആകുമ്പോഴേക്കും പെടപെടാന്ന് ആ പണികൾ തീർക്കണം. പിന്നെ അയാൻകുട്ടിനെ റെഡിയാക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒക്കെ വരികയെന്ന് പറഞ്ഞൊരു സമാധാനം ഉണ്ടല്ലോ. എന്നാലും പെട്ടെന്ന് പണി കഴിക്കണം. ടക്ക വന്നതും ചോദിക്കും പണി കഴിഞ്ഞില്ലേ എന്നൊക്കെ വേഗം ചോദിക്കും കേട്ടോ. അപ്പോൾ വരികയാണെങ്കിൽ സമാധാനമാണ്. പിന്നെ രാവിലെ പോകുമ്പോൾ പറഞ്ഞാൽ ബസ്സിൽ നല്ല തിരക്കും ഉണ്ടാവും കേട്ടോ. 9:45 നല്ല തിരക്കുണ്ടാവും. നമ്മൾ ഒറ്റയ്ക്കൊക്കെ പോയിട്ട് ബസ് ഇറങ്ങി പോകുമ്പോൾ കുഴപ്പമില്ല. ഈ കുട്ടിനെയും കൊണ്ടൊക്കെ പോയിട്ടൊക്കെ ബസ്സൊക്കെ ഇറങ്ങി പോകുമ്പോൾ ഈ ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് മൂടി വയ്ക്കട്ടെ. വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് വേവിക്കട്ടെ. പിന്നെ ആ സമയം കൊണ്ട് തന്നെ ഞാനും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞാനും വേഗം ഇനി കഴിക്കാൻ നോക്കട്ടെ. തീയൊക്കെ കെട്ടു തോന്നുന്നുണ്ട്. 2 ഓലപ്പൊടി ഇട്ടാൽ പെട്ടെന്ന് കത്തും. അപ്പോൾ ഞാൻ ആ ഓലയൊക്കെ ഇട്ട് ഉഷാറായി കത്തിച്ചു. അപ്പം അതങ്ങനെ മെല്ലെ കിടന്ന് വേകട്ടെ. കറി എന്തായെന്ന് നോക്കാം. അടിപൊളി, നല്ല അടിപൊളി മണം. ചെമ്മീനും പച്ച ചെമ്മീനും മുരിങ്ങക്കായും ഒക്കെ ഇട്ട് കറി വെച്ചവർക്ക് അറിയാൻ പറ്റും ഈ കറിയുടെ രുചിയും ടേസ്റ്റും തിളച്ച് വരുമ്പോഴുള്ള മണമൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ ചെമ്മീനും മുരിങ്ങക്കായ ഇട്ട് വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കിക്കും, അടിപൊളിയാണ്. കടച്ചക്ക ഇട്ടിട്ടും വെക്കാം, പച്ചക്കായ ഇട്ടിട്ടും വെക്കാം. അപ്പോൾ ഞാൻ അധികം മുരിങ്ങക്കായൊക്കെയാണ് ഇട്ട് വെക്കുക. കറിയൊക്കെ സെറ്റായി വന്നു. കറി കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉള്ള തേങ്ങയിൽ പെട്ടെന്നൊരു കറി ആക്കിയതാണ്. പിന്നെ ഇത് ഉള്ളി വെച്ച് ഒഴിക്കണം. സമയം 9:20 അപ്പോൾ ഈ ബസ് പോയി 9:35 40 ആകുമ്പോഴേക്കും തിരിച്ച് വരും കേട്ടോ. അപ്പോഴേക്കും റെഡിയാവണമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തിരി സമാധാനം ഉണ്ടൊക്കെ വിളിക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. യാത്ര പോകണു. 4-5 ദിവസം ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വീഡിയോ എടുക്കുന്ന പോലെ അയാൾ വീഡിയോ എടുക്കരുത്, നിൽക്ക് പറയണം അയാൾ. അപ്പോൾ ഞാൻ ആദ്യം കഴിച്ച പാത്രമാണ്, ഞാൻ അതിൽ തന്നെ ഞാനും കഴിക്കട്ടെ. ചമ്മന്തി കുറച്ച് എരിവ് കൂടിയിട്ട്, അതുകൊണ്ട് എന്താണ് അയ്യാൻ ചമ്മന്തി ആയതുള്ളൂ. ചമ്മന്തി എരിവുണ്ട്, ഞാൻ കഴിക്കില്ല. അയ്യാ എനിക്കാണ് ശരിമ്മ തരാന്ന് അയ്യാൻ കേട്ടാ. അയ്യാൻ ചമ്മന്തി മുക്കണ്ട, എരിവുണ്ട്. അങ്ങനെ മീൻ കറിക്ക് ഉള്ളിയും കാച്ചി ഒഴിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. ഇനി വേഗം റെഡിയാവണം. അപ്പം ഉണ്ടല്ലോ അതിൽ എന്താണ് അയാൾ കൂത്തമിനാറിൻ്റെ മേലെ കയറിയിട്ട് എന്താണ് ആ ആളുകളിനെയൊക്കെ കണ്ടപ്പോൾ ചെറു പ്രാണികൾ പോലെയാണത്രേ. പ്രാണികൾ ആളുകളിനൊക്കെ അതിൻ്റെ മേലിന് കാണുമ്പോൾ. പിന്നെ രാജപാതകളാണ് ഒരു കുത്തി വച്ച പോലെയൊക്കെ ഉണ്ട് ഇത്രേ റോഡിൽ. അത് അത്രേ പഴയ രാജാക്കന്മാരിങ്ങനെ എന്താണ് നടക്കണ ഇതാണത്. എനിക്കൊന്ന് എഴുതണേ. ഞാൻ അങ്ങനെ എന്താ കണ്ടിട്ട് പോയിട്ടുള്ളതല്ല. പുത്തൻതാറ പോയിട്ട് അങ്ങനെ എന്തെങ്കിലും കണ്ടു. പുത്തൻതാറ പോയിട്ട് ഞമ്മള് കൊല്ലംകോട് പോയില്ലേ, കാമ്പർച്ചാള് പോയില്ലേ. അത് യാത്ര പറഞ്ഞത് യാത്ര വിവരണമല്ല, യാത്ര വിവരണം ഞാൻ എഴുതി. ആദിലിൻ്റെ സ്കൂളിലെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ അത് ഉച്ചക്ക് ഫുഡൊക്കെ കഴിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇക്ക രാത്രി ഒരു ചെറിയൊരു മുട്ടക്കോഴി കൊണ്ടുവന്നു കേട്ടോ. പിന്നെ അത് ഇക്ക തന്നെയാണ് കറിയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. കുറച്ചും കൂടി എണ്ണ ഒഴിക്കായിരുന്നു, ലേശം വെളിച്ചെണ്ണ ഒഴിക്കായിരുന്നു. മുട്ടക്കോഴിക്ക് എന്താ വില? അതൊന്നും ആവില്ല.
കുറയുന്ന വില അല്ല കൂട്ടിൽ കൂടിയിട്ട് എന്നാൽ കോഴിക്ക് ഇറച്ചിക്കോഴിക്ക് വില കുറവാണ് 115 ഉള്ളൂ. മുട്ടക്കോഴിക്ക് 130.